ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ റീ റിലീസിലൂടെ വൻ തരംഗമായി ഇപ്പോഴത്തെ 1 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ ദേവദൂതൻ. കഴിഞ്ഞ വർഷവും ഇതുപോലെ ലാലേട്ടന് സ്ഫടികം എന്ന സിനിമയുടെ റീ റിലീസ് ഉണ്ടായിരുന്നു. ആ സിനിമ 4 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും നേടിയെടുത്തിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ലാലേട്ടന്റെ 2 സിനിമകൾ കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത തിയേറ്ററുകളിൽ റീ റിലീസിലൂടെ വിജയം കൊയ്യുമ്പോൾ കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിലെ ചോദ്യമായിരിക്കും, ഒട്ടനേകം വിന്റേജ് റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ സിനിമകളുള്ള മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് റീ റിലീസ് ഇല്ല എന്ന്. ഇപ്പോഴത്തെ ആ ചോദ്യത്തിനുള്ള ഉത്തരവും ലഭ്യമായിരിക്കുകയാണ്. മമ്മൂട്ടിക്ക് 1 അല്ല 4 സിനിമകളാണ് റീ റിലീസിൽ ലൈനപ്പിലുള്ളത്. അതിൽ ആദ്യത്തേത് ഒരു അവാർഡ് സിനിമയാണ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ. ചിത്രം ഈ വർഷം തന്നെ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും ഒരുപാട് മമ്മൂട്ടി സിനിമാ പ്രേമികൾ ആദ്യ ദിവസം തന്നെ സിനിമ തിയേറ്ററുകളിൽ കാണാനായും ഒപ്പം തന്നെ ദേവദൂതന് ലഭ്യമായ സമാന വരവേൽപ്പ് സിനിമയ്ക്ക് നൽകാനായിട്ടും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റീ റിലീസിനായിട്ട്. രണ്ടാമത്തെ റീ റിലീസ് ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടേതാണ്. നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ തിയേറ്ററുകളിൽ ഞെട്ടിച്ച അത്ഭുതപ്പെടുത്തിയ ഒരു ചരിത്ര സിനിമയായിരുന്നല്ലോ വടക്കൻ വീരഗാഥ. 4K റീമാസ്റ്റർ ചെയ്ത സിനിമ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. മൂന്നാമത്തെ മമ്മൂട്ടിയുടെ റീ റിലീസ് 1921 എന്ന സിനിമയുടേതാണ്. IV ശശിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ അന്നത്തെ വൻ താരനിര ഭാഗമായ 1921 റീമാസ്റ്റർ വർക്കുകൾ ഇപ്പോഴും അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നാലാമത്തെ റീ റിലീസ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത വെള്ളിയേട്ടൻ എന്ന സിനിമയുടേതാണ്. വെള്ളിയേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരിക കൈരളി ചാനലിനെ ആയിരിക്കും. ഏകദേശം 2000 തവണ TV ചാനലിൽ സംപ്രേഷണം ചെയ്ത അതേ വെള്ളിയേട്ടൻ ഇപ്പോഴത്തെ റീ റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. അടുത്ത 1.5 വർഷങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ 4 സിനിമകളുടെയും റിലീസ് പ്രതീക്ഷിക്കാം. ആദ്യത്തെ റിലീസ് പാലേരി മാണിക്യം എന്ന സിനിമയുടേത് തന്നെയായിരിക്കും. അപ്പോൾ കോടികൾ വാരാനായിട്ട് മെഗാസ്റ്റാറും റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ സിനിമകളിൽ കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏത്?